ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അല്ലേ? ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമ്മൾ സാധാരണ കുടിക്കുന്ന വെള്ളം എങ്ങനെ ഒരു ഹെൽത്തി ഡ്രിങ്ക് ആക്കി മാറ്റാം, എന്തൊക്കെ അതിൽ മിക്സ് ചെയ്യണമെന്നാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഒരു തുളസിയുടെ ഇല, ഒരെണ്ണ അല്ല കേട്ടോ, ഒരു തല എടുത്തിട്ട് നല്ലോണം തിളയ്ക്കുന്ന വെള്ളത്തിൽ ഇടുക. അതിനുശേഷം പുതിനയുടെ ഇല, പുതിനയുടെ ഇല നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ അത്യാവശ്യത്തിനൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ അല്ലേ? ആ പുതിനയുടെ ഇല എടുത്തിട്ട് അതും 2 തല എടുത്തിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്യണം. പിന്നെ പനിക്കൂർക്ക നമുക്ക് സാധാരണ അറിയാലോ, പനിക്കും നീർക്കെട്ടിനും ഒക്കെ വളരെ നല്ലതാണ് പനിക്കൂർക്കയുടെ വാട്ടി നീര് കുടിക്കുന്നത് അല്ലേ? അപ്പോൾ ആ പനിക്കൂർക്കയുടെ ഇലയും വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇലകളുടെയൊക്കെ നീര് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ മിക്സ് ആവും, അങ്ങനെയാണല്ലോ. അപ്പോൾ ഇത് കൂടാതെ നമ്മളതിൽ മിക്സ് ചെയ്യേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടിയുടെ ബെനിഫിറ്റ് പിന്നെ ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. മഞ്ഞൾപ്പൊടി നമ്മൾ സാധാരണ എല്ലാ കറികളിലും നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. മഞ്ഞ നിറം കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമല്ല നമ്മൾ മഞ്ഞൾപ്പൊടി ഉപയോഗിക്കുന്നത്. മഞ്ഞൾപ്പൊടി ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ വിഷാംശം മുഴുവനും ഇല്ലാതാക്കാനുള്ള കഴിവ് മഞ്ഞൾപ്പൊടിക്ക് ഉണ്ടെന്നാണ് പറയണത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മഞ്ഞൾപ്പൊടി ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ ഡയറക്റ്റ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എത്രമാത്രം ഔഷധ ഗുണമുള്ളതായിരിക്കും എന്ന് നിങ്ങൾക്ക് ആലോചിച്ചാൽ അറിയാലോ. അപ്പോൾ ഇങ്ങനെ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിലിരിക്കുന്ന വെള്ളമാണ് ദിവസവും എടുത്ത് കുടിക്കാറുള്ളത് അല്ലേ? ആ ഫ്രിഡ്ജിലിരിക്കുന്ന വെള്ളം കുടിക്കുന്നതുകൊണ്ട് യാതൊരുവിധ ബെനിഫിറ്റും നമ്മുടെ ശരീരത്തിനില്ല. അതുപോലെ തന്നെ ഈ വെള്ളം തിളയ്ക്കുന്ന സമയത്ത് ഹണി ഇടരുത്. അത് ഓഫാക്കിയിട്ട് അതിൻ്റെ ചൂടൊന്നൊരു പാകമാവുന്ന സമയത്ത് തേനുണ്ടല്ലോ, തേനും കൂടി അതിൽ കുറച്ച് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് പിന്നെ ആ വെള്ളം ഉപയോഗിക്കാണ് നമ്മൾ ദിവസം കുടിക്കേണ്ടതെന്നാണ് പറയണത്. ഇങ്ങനെയുള്ള വെള്ളം കുടിക്കുന്നതുകൊണ്ട് നല്ല രോഗപ്രതിരോധ ശക്തി ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങളെല്ലാവരും വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. നമ്മൾ കുടിക്കുന്ന വെള്ളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എവറി 3 hours ഇതൊരു ഗ്ലാസ് വെള്ളം കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രോഗപ്രതിരോധ ശക്തി ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കി കുടിക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.